പത്തനംതിട്ടയിലെ പരിപാടിയിൽ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടികൾ ഉപയോഗിച്ചു എന്ന നിലയ്ക്കുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. സുജു കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സുജു, വിശദാംശങ്ങൾ. കവ്യ, പത്തനംതിട്ടയിൽ നടന്ന പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത പരിപാടിയിലാണ് ഇപ്പോൾ ലീഗിന്റെ കൊടി ഉപയോഗിച്ചിരിക്കുന്നത്. ഏറെ കൗതുകമുള്ള രീതിയിൽ തന്നെയാണ് ഈ കൊടി ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം നൂറുകണക്കിന് കോൺഗ്രസ് കൊടികൾ കെട്ടിനിടയ്ക്ക് ഒരു ലീഗിന്റെ ഒരേ ഒരു കൊടി കെട്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ തങ്ങൾ വന്നപ്പോൾ കോൺഗ്രസിന്റെയും ലീഗിന്റെയും കൊടികൾ ധാരാളം കെട്ടിയൊരു കാഴ്ചയുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്ന് പ്രിയങ്ക ഗാന്ധി എത്തുന്ന ഒരു ദിവസത്തിന് 2 ദിവസം മുമ്പ് ലീഗിന്റെ കൊടി പത്തനംതിട്ടയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ കൈരളി ന്യൂസ് നമ്മൾ ലീഗിന്റെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് നിങ്ങളുടെ കൊടിയൊന്നും കാണുന്നില്ല എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ മറുപടി തങ്ങൾ വന്ന പരിപാടിയിലാണ് ലീഗിന്റെ കൊടി കെട്ടിയിരുന്നത്. എന്നാൽ പ്രിയങ്ക ഗാന്ധി വരുന്ന പരിപാടിയിൽ ലീഗിന്റെ കൊടി കെട്ടണോ വേണ്ടയോ എന്ന് UDF ആണ് തീരുമാനിക്കുന്നതാണ് ഇന്നലെ ലീഗ് പ്രസിഡന്റ് പറഞ്ഞത്. ഒരുപക്ഷെ അത്തരം ചോദ്യങ്ങളുടെ ഭാഗമായി തന്നെയായിരിക്കാം ലീഗിന്റെ കൊടി പൂർണ്ണമായി അവഗണിച്ചു അല്ലെങ്കിൽ ഒഴിവാക്കിയെന്ന് പറയാതിരിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ലീഗ് പ്രവർത്തകർ ആരോ ആയിരിക്കാം നൂറുകണക്കിന് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്റ്റേഡിയത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് നിരവധി കൊടികൾ കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രവർത്തകർ അഴിച്ചു മാറ്റിയതാണ്. നിരവധി കൊടികൾ കോൺഗ്രസിൻ്റെ നമുക്ക് ദൃശ്യങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ടെന്നാണ് കരുതുന്നത്. കോൺഗ്രസിൻ്റെ ഒരു 100-150 കൊടികൾ കെട്ടിയെടുത്താണ് കേവലം ലീഗിൻ്റെ ഒരു കൊടി മാത്രം കെട്ടി ലീഗിൻ്റെ കൊടി കെട്ടി എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമിച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ പ്രത്യേകിച്ച് വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രകടനത്തിനോ അല്ലെങ്കിൽ ഒന്നും തന്നെ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം കൈരളി തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളുണ്ടായിരുന്നു. ലീഗിൻ്റെ കൊടിയുമായി എത്തിയ പ്രവർത്തകനെ പറഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു ദൃശ്യം. സാധാരണ കൊടികളെ വലിയ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്തിട്ടുള്ളത്. എന്നാൽ കോൺഗ്രസും ലീഗും ഇപ്പോൾ മറ്റൊരു തരത്തിലേക്കാണ് കടക്കുന്നത്. എന്നാലും പത്തനംതിട്ടയിൽ ലീഗ് കൊടി പൂർണ്ണമായി ഒഴിവാക്കിയെന്ന് പറയാൻ സാധ്യമല്ല എങ്കിൽ പോലും ഒരേ ഒരു കൊടി ഉപയോഗിച്ചുകൊണ്ട് ലീഗിൻ്റെ പ്രാതിനിധ്യം അതും ഈ പത്തനംതിട്ടയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന് മുമ്പ് ലീഗിൻ്റെ കൊടിയും കോൺഗ്രസിൻ്റെ കൊടിയും ഒരേ ഡിവൈഡറെ കെട്ടിക്കൊണ്ട് മുട്ടിയൊരുമി നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചിരുന്നു. നമ്മൾ കരുതിയത് ഒരുപക്ഷെ അത്തരം കാഴ്ച പ്രിയങ്ക ഗാന്ധി എത്തുമ്പോഴും ധീരതയോടെ ലീഗ് ആ നിലപാട് തുടരുമെന്നാണ്. എന്നാൽ പ്രിയങ്ക ഗാന്ധി എത്തുന്നതിന് 2 ദിവസങ്ങൾക്ക് മുമ്പ് ലീഗിൻ്റെ കൊടി അടിച്ചു മാറ്റിയിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഈ സ്റ്റേഡിയത്തിലാണ്, എനിക്ക് പിന്നിൽ കാണുന്ന ആ സ്റ്റേഡിയത്തിലാണ് പ്രിയങ്ക ഗാന്ധി എത്തിയത്. ലീഗിൻ്റെ കാണുന്ന ഒരേ ഒരു കൊടി മാത്രമാണ് കാവ്യ ഉണ്ടായിരുന്നത്. സുജു, അതിനോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്ന വാക്കുകളെക്കുറിച്ചും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയണം. രാഹുൽ ഗാന്ധിക്ക് സമാനമായി തന്നെ വളരെ കൃത്യമായി BJP അജണ്ടയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടും ഒപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ നടപടിയെ ഒരു നിലയ്ക്കും വിമർശിക്കാതെയുമുള്ള സമീപനം. യഥാർത്ഥത്തിൽ ദേശീയ പാർട്ടി ആർക്കുവേണ്ടിയാണ്, ആർക്കെതിരെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന ചോദ്യം പോലും അവിടെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള നിലയ്ക്കുള്ള രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ഇവിടെ വന്ന് സംസാരിക്കുകയാണ്. പ്രവർത്തകർക്കിടയിൽ പോലും ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രതിഫലിക്കുന്നത്? കാവ്യ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അവർ കോൺഗ്രസ് നേതാക്കളാണ്. കേരളത്തിലെത്തുമ്പോൾ ഇരുവരും ഇപ്പോൾ ബിജെപിയുടെ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെ വേട്ടയാടുന്നതിന് പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ചോദിച്ചത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന്. ഇന്ന് പ്രിയങ്ക ഗാന്ധിയും അതേ ചോദ്യം ആവർത്തിക്കുവാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് നിരവധി ആരോപണം വന്നിട്ടും കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യുന്നില്ല എന്ന ചോദ്യമാണ് പ്രിയങ്ക ഗാന്ധി ഉന്നയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇപ്പോൾ 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ജയിലിലായപ്പോൾ ഇന്ത്യ മുന്നണി ഒന്നടങ്കം പ്രതിഷേധിക്കുകയും അതിനെതിരെ നിരവധി സമരപരിപാടികൾ നടത്തുകയും ചെയ്തതാണ്. എന്നാൽ ആ സമരത്തിന് മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ആ സമരത്തോടൊപ്പം ചേർന്ന് നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് കേരളത്തിലെത്തുമ്പോൾ രാഹുൽ ഗാന്ധി കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാത്തതിനെ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ട് ചോദിച്ച് സങ്കടപ്പെടുമ്പോൾ ഇന്ന് രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായ പ്രിയങ്ക ഗാന്ധിയും പത്തനംതിട്ടയിലെത്തി ചോദിക്കുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം
ചോദ്യം ചെയ്യുന്നില്ല എന്ന് ഏതാണ്ട് BJP-യുടെ അജണ്ടയിൽ തന്നെ ഇരു നേതാക്കളും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വീണു എന്ന് തന്നെ പറയാനായിട്ടിരിക്കുന്നു. ഇതിന് കൃത്യമായി ഇതിന് മുഖ്യമന്ത്രി മറുപടി നൽകിയതാണ്. 1975 അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ജയിലിലടച്ചപ്പോൾ പോലും ഭയപ്പെടാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് CPIM-നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുമുള്ളത്. പിന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ജയിലിലടയ്ക്കുമെന്ന് ഭയപ്പെടുത്തുന്ന ചോദ്യം ചോദിച്ചിരുന്നു. എന്തായാലും ഇത്തരം വിമർശനങ്ങൾ ഇതിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയ്ക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവും വിമർശനങ്ങളും ഉയർന്നു വന്നിരുന്നു. ആ വിമർശനങ്ങളൊന്നും ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ അതിനെയൊന്നും കാര്യമാക്കാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധി പത്തനംതിട്ടയിൽ നടത്തിയ പ്രസംഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാകുന്നത്. കാവ്യ.